ഹലോ, ഇന്ന് നമുക്കൊരു സ്റ്റഡി വ്ളോഗ് ചെയ്യാം. അപ്പോൾ എനിക്കൊരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഒരു 7 മണിക്കായപ്പോഴാണ് ഞാൻ ഇതിൽ ഇരുന്നുണ്ടായിരുന്നത്. 2025 ബഡ്ജറ്റിനെ കുറിച്ചാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറേ നേരം അതിനെപ്പറ്റി സെർച്ചൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ലേറ്റ് നൈറ്റ് സ്റ്റഡി വ്ളോഗും കൂടിയാണ്. കാരണം ഞാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇത് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ. പിന്നെ അടുത്ത ദിവസമാണ് ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ നേരത്തെ നീച്ച് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്റ്റഡി ടിപ്സും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വെച്ചു. ഞാൻ ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ കൊല്ലമായിരുന്നു +2 പാസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാത്തിലും ഫുൾ A+ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ എന്ത് പഠിക്കാതിരിക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ പറയാം. 2 ഇങ്കിൻ്റെ പെന്നും പിന്നെ ഒരു ഹൈലൈറ്ററും പിന്നെ ഒരു പെൻസിലും നിർബന്ധമായിട്ട് വേണം. അതുപോലെ തന്നെ റഫ് പേജസും. അതിൽ ഇമ്പോർട്ടൻ്റ് വരുന്ന കുറേ ടോപ്പിക്കുകൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഹൈലൈറ്റർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ വേറൊരു പേപ്പറിലേക്ക് ഈ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കൊക്കെ അങ്ങനെ എഴുതി കൊടുക്കുക. ഏറ്റവും നല്ലത് ഒരു ദിവസം ഒരു സബ്ജക്റ്റ് തന്നെ നല്ലോണം പഠിക്കുന്നതാണ്. അപ്പോൾ ചിലർക്കൊക്കെ മടുപ്പൊക്കെ ഉണ്ടാവും കണ്ടിന്യൂസ് തന്നെ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ. അപ്പം വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് 2 or 3 സബ്ജക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു വട്ടം ഇതുപോലെ നമ്മളൊന്ന് വായിച്ചെടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ഹൈലൈറ്റ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. എന്തൊക്കെ ഭാഗം പഠിക്കണം എന്നും ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കേണ്ടതെന്നും അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നൊക്കെ ചെറിയൊരു ഐഡിയ കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഏതും കൂടെ വെക്കുന്നുണ്ട്, അത് മറന്നും പോകത്തില്ല. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത് നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ മാത്രം വായിച്ചാൽ മതി. അത് അത്യാവശ്യം നന്നാക്കി ഒന്ന് മനസ്സിലാക്കി വെക്കുകയും കൂടെ ചെയ്യാം. 3ാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും നമ്മളത് എന്താണെന്ന സംഭവം കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ 3ാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും അത് ഓരോന്നും നമ്മൾ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് കുറച്ചും കൂടെ എന്തായിരിക്കും, നമുക്ക് ഒന്നും കൂടെ പഠിക്കാനും അതുപോലെ തന്നെ ഒന്ന് സാറ്റിസ്ഫാക്ഷൻ ആയപ്പോലും തോന്നും. കാരണം അത് പഠിച്ച് കഴിഞ്ഞല്ലോ, പിന്നെ ബാക്കി നമുക്ക് നോക്കിയാൽ മതിയല്ലോ എന്നും കൂടെ തോന്നും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ജസ്റ്റ് ട്രൈ ആക്കി നോക്കാം കേട്ടോ. അത് എനിക്ക് വർക്കായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇനി എത്രയൊക്കെ പഠിക്കാനുണ്ട്, ഇനിയിപ്പം മാർക്ക് ചെയ്യാത്താണെങ്കിൽ ഇത് പഠിക്കാനുണ്ടല്ലോ എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. കഴിയുന്നതും ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നോക്കുക. പിന്നെ ബാക്കി ഹോളിഡേയ്സിൽ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ റിവിഷൻ പോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളത് മറക്കുകയും ചെയ്യൂല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും. എക്സാം ഒക്കെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇപ്പോൾ സീരിയസ് ആയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് തന്നെ മേടിക്കാം. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനുവരി ഒക്കെ ആയപ്പോൾ തന്നെ നമുക്ക് എക്സാമും അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ജനുവരി ഫെബ്രുവരി മാസമാണ് കണ്ടിന്യൂസ് ആയിട്ട് നന്നായി പഠിച്ച് ലേറ്റ് നൈറ്റ് സ്ലീപ്പൊക്കെ ആയിരുന്നു. കറക്റ്റായിട്ട് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ മാത്സ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി പോലുള്ള സബ്ജക്റ്റൊക്കെ അധികം ചെയ്ത് നോക്കുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഓരോ ചാപ്റ്റേഴ്സിനൊക്കെ കുറിച്ച്. ഇനി ഇതിൻ്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, നമുക്ക് ഗൂഗിളിൽ തന്നെ നോക്കിയാൽ കിട്ടും. അപ്പോൾ അത് അടിച്ചിട്ട് നല്ലോണം ചെയ്യാൻ നോക്കുക. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നല്ലോണം ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇയറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ ഫസ്റ്റത്തെ ബാച്ചാണ് 4 ഇയർ ഡിഗ്രീൻ്റെ. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് നല്ല ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പം ഓക്കെ ആണ്. പക്ഷേ +2ൻ്റെ ആ മാർക്ക് കിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഡിഗ്രിക്ക് വല്ലാതെ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവാൻ കഴിയുകയും ചെയ്യില്ല. കാരണം മാർക്ക് നല്ലൊരു ഒരു കുറച്ചൊരു ഹൈയിലേക്ക് ഇങ്ങോട്ട് പോന്നപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ചെയ്താണ്. എനിക്ക് അസൈൻമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നു, ആ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഞാൻ ടിക്ക് ഇടുകയാണ്. ഈ ലാസ്റ്റ് എനിക്ക് ചെയ്യാണ്ടായിരുന്നു ഒരു കൺക്ലൂഷൻ മാത്രമേ എഴുതായിരുന്നു. ബാക്കിയൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു സമാധാനം കൂടിയാണ്. ഇത് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ബാക്കി കവർ പേജും അതുപോലെ തന്നെ കൺക്ലൂഷനും പിന്നെ ഒരു ഗ്രാഫും വരയ്ക്കാമെന്ന് വെച്ചു ബഡ്ജറ്റിനെ കുറിച്ച്. അത് നാളെ ചെയ്യാമെന്ന് വെച്ച് ഇപ്പം കിടക്കുകയാണ് ചെയ്തത്. 12 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ കിടക്കുമ്പോൾ. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇത് കുറേ സെർച്ചൊക്കെ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം നേരത്തെ നീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 5 മണിക്കൊക്കെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 6 മണിയൊക്കെ ആയപ്പോഴാണ് നീച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് നീക്കണം എന്നുണ്ട്, പക്ഷെ നീക്കാൻ കഴിയണില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ അവിടെ കിടന്നു. പിന്നെ 2 സാധനങ്ങളല്ലേ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ടൈം ഉണ്ടെന്നൊക്കെ വെച്ച് അങ്ങനെ നിന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അസൈൻമെൻറ്റ് പോലെയൊക്കെ ഉള്ള ഇതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അധികം ഫസ്റ്റ് പേജൊക്കെ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മാർക്കൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസിനൊക്കെ അറിയാൻ മതിയാവും, നമുക്കിങ്ങനെ അസൈൻമെൻറ്റും കാര്യങ്ങളും ചെയ്താൽ മാത്രമാണ് ഇൻറ്റേർണൽ മാർക്ക് കിട്ടുള്ളൂ. +2 വരെയുള്ള പോലെ നമുക്ക് ഫ്രീ ആയിട്ട് തരുമൊന്നും ചെയ്തില്ല. ഇതൊക്കെ കംപ്ലീറ്റ് ആയി ഇത് കറക്റ്റാണോ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 5 മാർക്കൊക്കെയാണ് ഇതൊന്ന് ഷോർട്ടാക്കിയിട്ടുണ്ടാവുക. ഇങ്ങനെ 10 മാർക്ക് ഷോർട്ടാക്കി 5 ഒക്കെ ആക്കി തരും. അതിൽ നമുക്ക് ഫുള്ളൊന്നും കിട്ടത്തില്ല. അത്രയും നല്ലതാണെങ്കിൽ മാത്രമേ ഫുൾ മാർക്കൊക്കെ ഇട്ട് തരത്തുള്ളൂ. നമ്മളിങ്ങനെ നല്ല ഫ്രണ്ട് പേജ് നല്ല രസമൊക്കെ ആയിട്ട് ചെയ്യുമ്പം അവർക്കും കുറച്ചും കൂടെ ഇഷ്ടപ്പെടും, അപ്പോൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബഡ്ജറ്റിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് ടോപ്പിക്ക്, അപ്പോൾ അതിൻ്റെ ഗ്രാഫൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 7 മണി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് 8 മണിക്ക് ബസ്സും വരും. ബാക്കിയൊക്കെ ചെയ്തത് കോളേജിൽ നിന്നായിരുന്നു. അപ്പം വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക.